الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യ നിമിഷങ്ങളാണ് അല്ലാഹുവിനെ നമുക്ക് പ്രകീർത്തിക്കാൻ കഴിയുന്ന സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്. അല്ലാഹു തആല അല്ലാഹുവിനെ എങ്ങനെ നമ്മൾ പ്രകീർത്തിക്കണമെന്ന് അല്ലാഹു പറഞ്ഞില്ല. അല്ലാഹുവിനെ നമ്മൾ എങ്ങനെ പ്രശംസിക്കണം, എങ്ങനെ പ്രകീർത്തിക്കണം, അല്ലാഹുവിനെ നമ്മൾ എങ്ങനെ സ്തുതിക്കണം, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ നമ്മൾ എങ്ങനെയാണ് വാഴ്ത്തി പറയേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞേണ്ടതാരാ? ഒരു മനുഷ്യന്മാർ നമ്മളെന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ ഒന്ന് ആദരിക്കണം, നിങ്ങളിങ്ങനെ ആദരിക്കണം, അപ്പം നിങ്ങൾ ഇന്ന മാതിരി ആദരിക്കണം എന്ന് ഞാൻ കൂടെ പറയുകയാണെങ്കിൽ എത്രമാത്രം നിങ്ങളെ ഞാൻ വില കൊടുക്കാനാവും അല്ലേ? നിങ്ങളോട് ഞാൻ പറയാൻ നിങ്ങളെ എന്നെ ആദരിക്കണം, ആദരിക്കണമെന്ന് മാത്രമല്ല നിങ്ങൾ ഇന്നെ ആദരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞില്ല. എന്നിട്ട് എന്നോട് പറയാം നിങ്ങൾ ഇങ്ങനെ എന്നെ ആദരിക്കണം എന്ന് പറയും അല്ലേ? ഞാൻ അങ്ങനെ എന്നോട് പറഞ്ഞാൽ ഞാനൊരു മനുഷ്യനാണ്, നിങ്ങൾ മനുഷ്യന്മാരാണ്. അങ്ങനെ പറഞ്ഞാൽ ആ മനുഷ്യന്റെ നിലവാരം സ്റ്റാൻഡേർഡ് വളരെ താഴെയാണ് അല്ലേ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളായ അവന്റെ പടപ്പുകളായ നമ്മളോട് അല്ലാഹുവിനെ എങ്ങനെയാണ് സ്തുതിച്ചു വാഴ്ത്തി പറയേണ്ടത് എന്ന് അല്ലാഹു നമ്മോട് പറഞ്ഞു. അപ്പം അവൻ അല്ലാഹുവിന്റെ പദവി ഉയരണം, സ്ഥാനം ഉയരണം, മഹത്വം ഉയരണം. അതെങ്ങനെയാണ് ആ സ്ഥാനവും മഹത്വം ഉയരുന്നത്? അവിടെയാണ് ഈമാൻ നിലനിൽക്കുന്നത്, വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഖുർആനിലെ ആയത്തുണ്ട്, മനിത്തഹദ ഇലാഹു ഹവ, തോന്നുന്നതിനെയൊക്കെ ഇലാഹാക്കുന്ന ആൾക്കാർ, തോന്നുന്നതിനെയൊക്കെ ഇലാഹാക്കുന്ന ആൾക്കാർ, ഇഷ്ടമുള്ളതിനൊക്കെ ആരാധിക്കുന്ന ആൾക്കാർ, എനിക്ക് തോന്നിയതൊക്കെ ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്. ഇപ്പൊ മനുഷ്യന്മാരുടെ അല്ലാഹു തആല പിന്നെ നിങ്ങൾക്കൊരു സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവിനെ ആരാധിക്കണം, ആ സൃഷ്ടാവിനെ പ്രകീർത്തിക്കണം എന്ന് അത് മാത്രം പറയാതെ നിങ്ങൾ എങ്ങനെ പ്രകീർത്തിക്കണം, നിങ്ങൾ എങ്ങനെ പറയണം എന്നുകൂടി ആര് പഠിപ്പിക്കുകയാണ്? അല്ലാഹു പഠിപ്പിക്കുകയാണ്. എന്തായിരിക്കും അതിന്റെ ഉദ്ദേശം? അപ്പൊ മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഭൂരിപക്ഷം ആളുകളും അവരുടെ ആരാധ്യന്റെ വിഷയത്തിൽ, ആരാധിക്കുന്ന വിഷയത്തിൽ, രൂപത്തിലും കോലത്തിലും ഒക്കെ ആൾക്കാർ തെറ്റിപ്പോയിട്ടുണ്ട്. മനസ്സിലാക്കുക. നിങ്ങൾ ആലോചിക്കും, മുസ്ലിങ്ങളിൽ തന്നെ കുറച്ച് ദിവസം മുമ്പ് ഒരാളെനിക്ക് കുറച്ച് ഇങ്ങനെ വീഡിയോസ് അയച്ചത്, ഓരോ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പലപരമായ കാര്യങ്ങളുടെ പറയാൻ വേണ്ടി ഇങ്ങനെ അയച്ചത്. ആ കൂട്ടത്തില് ഈ ഷിയാക്കള കൂട്ടത്തിൽ ഏറ്റവും ഡേഞ്ചർ വിഭാഗമുള്ള റാഫിയാണ് ഷിയാക്കള കൂട്ടത്തിൽ. ഷിയാക്കളാരെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ യാതൊരു ബന്ധമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കള്ളന്മാരാണ്, വഞ്ചകന്മാരാണ്, ചതിയന്മാരാണ്, അവർ കാഫിറുകളാണ് എന്ന് പറയുന്നവരാണ് ആര്? ഷിയാക്കൾ. അപ്പോ ഒരാൾ എനിക്ക് അയച്ചു തന്നതെന്താന്ന് വെച്ചാല്, ഷിയാക്കൾ അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, മുഹമ്മദ് റസൂൽ പറയുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ പറയുന്ന ആൾക്കാരാണ് ഷിയാക്കൾ. ലോകത്തെ മുസ്ലിമീങ്ങൾ ഷിയാക്കളെ മുസ്ലിമീങ്ങളായിട്ട് അംഗീകരിക്കില്ല. ഇസ്ലാമിൽ പുറത്തുപോയ ആൾക്കാരുണ്ട്. ആ ഷിയാക്കളുടെ ചില ആരാധനാക്രമങ്ങൾ, അവരുടെ ദിക്റുകളും അദ്കാറുകളും തസ്ബീഹുകളും ഒക്കെ അത് കാണിച്ചു തന്നിട്ട് അതേപോലെ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ, നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ചില ആൾക്കാർ, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഭൂരിപക്ഷം, അവരും കാണിക്കുന്നതും ഈ ഷിയാക്കൾ കാണിക്കുന്നതും ഒരേ സംഖ്യ. ഈ ഷിയാക്കളിങ്ങനെ നിന്നിട്ട് ദിക്ർ പറയുന്നുണ്ട്, അദ്കാറുകൾ പറയുന്നുണ്ട്, ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവരതിനെ രൂപമുണ്ടാക്കിയിട്ട് ഒരു കോല, ഒരു ചാട്ടം, ഒരു ചെയ്യല്, ഒരു നൃത്തം, ഒരു ഡാൻസ് മാറി കണ്ട ഇതേ സംഭവമായി മുസ്ലിമീങ്ങളായ ആൾക്കാർ ചെയ്യും. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു സാദൃശ്യം വന്നത്? ഓരോരുത്തരും തോന്നുന്നതായി ചെയ്യാം. ബഹുദൈവ ആരാധകരുടെ ആരാധന
ഉണ്ടാക്കി വെച്ച മാതിരി ഫെബ്രുവരി 12 ഉണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ക്രിസ്ത്യാനികൾ ഉണ്ണി യേശു ഉണ്ടാക്കി വെച്ച പോലെ, ക്രിസ്തുമസിന്റെ നാളിൽ നടത്തുന്ന റാലി പോലെ. ഇതൊക്കെ എന്തോടെ ഉണ്ടായത്? ഇസ്ലാമിക ബന്ധമുണ്ടോ? അള്ളാഹു റസൂലിന്റെ കാലത്തുണ്ടോ? സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അള്ളാഹുവിനെ എങ്ങനെ തസ്ബീഹ് ചെയ്യണം, എങ്ങനെ തഹ്മീദ് ചെയ്യണം, എങ്ങനെ പ്രകീർത്തിക്കണം എന്ന് വരെ ആര് പഠിപ്പിക്കുകയാണ്? അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? തബാറക്കല്ലാഹ്. നമ്മൾ പറഞ്ഞ നമ്മുടെ വിഷയമല്ല. തബാറക്കല്ലാഹ് ഈ വാക്ക് നമ്മളെല്ലാവരും പല സ്ഥലത്തും പറയാറുണ്ട്, അല്ലെ? തബാറക്കല്ലാഹ് എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. എന്താണ് ഈ തബാറക്കല്ലാഹ്? തബാറക്കല്ലാഹിന്റെ ആശയം എന്താണ്? അതൊരു മുസ്ലിം എങ്ങനെ പറയേണ്ടത്? അതുമായി ബന്ധപ്പെട്ട കാര്യം എന്താണ്? തബാറക്കല്ലാഹ് ഒന്ന് അഹ്സനുൽ ഖാലിഖാണ്. നമ്മൾ ആയത്തിലുള്ളത് അഹ്സനുൽ ഖാലിഖാണ്. തബാറക്കല്ലാഹ് കാരണം റബ്ബുൽ ആലമീനാണ്. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? തബാറക്കല്ലാഹ് റബ്ബുൽ ആലമീൻ. ഇനി ഈ തബാറക്കല്ലാഹ് എന്ന് പറയുന്ന അടുത്ത പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരുന്നത് ഒരൊറ്റ സൂറത്ത്. ആ ഒറ്റ സൂറത്തില് ഒരു സൂറത്ത് തുടങ്ങുന്നത് തന്നെ തബാറക്കല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ്. തബാറക്കല്ലാഹ് എന്ന പോയിന്റ് പറഞ്ഞിട്ടാണ് ഒരു സൂറത്ത് തുടങ്ങണേ. എന്നിട്ട് അവിടെ തബാറക്കല്ലാഹ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ആ ആയത്തിൽ. അതിനുശേഷം 2 സ്ഥലത്ത് കൂടി തബാറക്കല്ലാഹ് അതേ സൂറത്തിൽ ആവർത്തിക്കുക. മനസ്സിലായിട്ട് പറഞ്ഞത്? നമ്മൾ ഒരു വീടുണ്ടാക്കിയിട്ട് കണ്ണിട്ടാതിരിക്കാൻ തബാറക്കല്ലാഹ് എന്ന് ചില ആൾക്കാർ മാഷാ അല്ലാഹ് എന്ന് ചെയ്യുന്നു. ഈ കരിക്കണ്ണ നോക്കുന്ന ഇതിന്റെ കോലം കെട്ടുക, കോലുണ്ടാക്കി വെക്കുക, കരിക്കണ്ണന്റെ കോലുണ്ടാക്കി വെക്കുക, അതൊന്നുമല്ല ചെയ്യേണ്ടത്. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് എന്ന ബോർഡ് വെക്കുകയല്ല വേണ്ടത്. ബോർഡ് വെക്കലല്ല വേണ്ടത്. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് പറയാം. അത് ബോർഡ് വെച്ച് വിചാരിച്ച് മറ്റേ സ്ഥലത്തേക്ക് വെച്ച പോയാൽ ഒരു വിശുദ്ധമായ കാര്യമല്ല പക്ക. പക്ഷെ അത് വെക്കൽ മാത്രമല്ല വേണ്ടത്. മനസ്സെന്താണ്? ആ വീട്ടിന്റെ പണികൾ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിനറിയാൻ തബാറക്കല്ലാഹ് മാഷാ അല്ലാഹ് വെക്കണം. അത് ഉണ്ടാക്കണവന്റെ, നിർമ്മിക്കണവന്റെ. എങ്കിൽ അവിടെ ഒരു വിശാലിന്റെ പ്രവർത്തനം ഉണ്ടാവില്ല. ഒരാളെ കണ്ണു തരൂല. കണ്ണേറെ ഹെക്കാണ്ടാവും. കണ്ണേറെ ഹെക്കാണ് സത്യം. അത് തമ്മിലാതെ വിചാരിക്കണം, നിഷേധിക്കണ്ട. അതാണ് റസൂൽ പറഞ്ഞത്. അപ്പൊ എന്താ വേണ്ടത്? വേണ്ടത് അല്ലാഹുവിന്റെ അഭയം തേടലാണ്. കണ്ണേറ് തട്ടാതിരിക്കാൻ പ്രാർത്ഥന അല്ലാഹുവിനെ റസൂൽ പഠിപ്പിച്ചതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതിനൊക്കെ നിഷേധിക്കുന്ന ചില ആൾക്കാർ കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോരൊക്കെ ചോദ്യം വെച്ചാൽ ഈ കണ്ണേറ് തട്ടാതിരിക്കാൻ റസൂൽ വല്ല പ്രാർത്ഥന പഠിപ്പിച്ചതിട്ടുണ്ടോ? അതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അർത്ഥം ഇത് നടത്താൻ ഉറപ്പാണ്. അത് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ആരെയും കണ്ണുകൊണ്ട് തട്ടി മാറ്റാൻ കഴിയുമല്ല പറഞ്ഞത്. ആണോ? അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ഒരാളെ കണ്ണോട് തട്ടി മാറ്റാൻ കഴിയുന്നതാണോ? അല്ല. അള്ളാഹു വെച്ച പരീക്ഷണത്തിന്റെ ഭാഗമാണ് കണ്ണുകളിലൊക്കെ അള്ള വെച്ച പരീക്ഷണം. അള്ളാഹു ബാബിലോണിയയിലേക്ക് 2 മലക്കളെ പറഞ്ഞയച്ചില്ലേ? ഓരോ പേരെന്തേലും ഹാറൂത്ത് മാറൂത്ത്. എന്തിനാ പറഞ്ഞയച്ചത്? ബാബിലോണിയയിലേക്ക് സിഹ്ർ പഠിപ്പിച്ചു കൊടുക്കാൻ. ഇതോടെ ഖുർആനിലെ അൽ-ബഖറയുടെ 102-ാമത്തെ ആയത്ത്. അൽ-ബഖറയുടെ 102-ാമത്തെ ആയത്ത് ബാബിലോണിയയിലേക്ക് 2 മലക്കുകൾ അള്ളാഹു അയച്ചു. എന്തിന്? സിഹ്ർ പഠിപ്പിച്ചു കൊടുക്കാൻ. എന്നിട്ട് എന്താ പറഞ്ഞത്? ഒരാൾക്കും ആ 2 മലക്കൾ പഠിപ്പിച്ചു കൊടുത്തില്ല സിഹ്ർ. എന്ത് പറയാതെ? തീർച്ചയായും ഞങ്ങൾ ഒരു ഫിത്നയാണ്, പരീക്ഷണമാണ് എന്ന് പറയാതെ. അപ്പൊ സിഹ്ർ എന്താണ്? പരീക്ഷണമാണ്. കണ്ണേറ് പരീക്ഷണമാണ്. അത് എന്തിനുള്ള പരീക്ഷണം? നമ്മൾ അള്ളാഹുവിലേക്ക് അഭയപ്പെടുന്നത് അള്ളാഹു പറയുന്നുണ്ടോ? അള്ളാഹു കാവൽ എത്തിക്കുന്നുണ്ടോ? നിഷേധിക്കല്ല വേണ്ടത്. എന്ത് ചെയ്യരുത്? തങ്ങന്മാരെടുത്ത് പോവുക, മൂലന്മാരെടുത്ത് പോവുക, സിഹ്ർ ചെയ്യാം, പിന്നെ ഏലസ് കെട്ട, ഐക്കറ്റ് കെട്ട്, തകിട് പിന്നെ പൂജിച്ച് കൊണ്ടുവരിക, തങ്ങന്മാരും മൂലന്മാരെയും ഈ കക്കന്മാരെയും വീരന്മാരെടുത്ത് പോകുക. ഇത് പാടില്ല. അത് പാടില്ല. അതൊക്കെ ശിർക്കിന് കാരണമായി തീർന്ന സംഗതികളാണ്. ശിർക്കിലേക്ക് എത്തുന്ന കാര്യങ്ങളാണ്.
ഷിർക്കിലേക്കുള്ള വസീലകളാണ് അതൊക്കെ. ചെയ്യാൻ പാടില്ല. മനസ്സിലായിട്ട് പറഞ്ഞത്. പിന്നെന്താ വേണ്ടത്? ഈ തങ്ങന്മാരും മൂല്യമാരും കടക്കന്മാരും ജോത്സ്യന്മാരെടുത്തൊന്നും പോകാൻ സമീപിക്കാൻ പാടില്ല. അവരെ കൊണ്ട് വിശ്വസിക്കാൻ പാടില്ല. മറിച്ച് ഈ സീറും തണ്ണീറും ഒക്കെ സത്യമാണ്. അതിന് ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, സൂറത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, ആയത്തുകൾ ഇറക്കി തന്നിട്ടുണ്ട്, പ്രാർത്ഥന വായിയായിട്ട് ഇറക്കി തന്നിട്ടുണ്ട്. അത് ആരൊക്കെ പഠിക്കും, ആരൊക്കെ ചൊല്ലുന്ന പരീക്ഷണമാണ്. പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവുന്ന കാര്യം തർക്കമുണ്ടോ? അതുപോലെ പലർക്കും പഠിച്ചു തർക്കം, ചില മുസ്ലിം തർക്കം ഉണ്ടാവില്ലല്ലോ, ഉണ്ടോ? അപ്പൊ പിന്നെ അള്ളാനേക്കാൾ വലിയ പിശാചി ആണോ? പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ ചോദിക്കാനുള്ള പ്രാർത്ഥന ആരാ പഠിപ്പിച്ചത്? അല്ലാഹ് അല്ലേ? അപ്പൊ പിശാച് അള്ളാനേക്കാൾ വലിയ ആളായിട്ടാണോ? ആണോ? അല്ല. അവർ ശൈത്താൻ എന്താണ്? പരീക്ഷണം. ശൈത്താൻ എന്താണ്? ആ പരീക്ഷണമാക്കിയിട്ട് ആര് വെച്ചതാണ്? അള്ളാഹ് വെച്ചതാണ്. നമ്മുടെ പരീക്ഷണം നമ്മളതൊക്കെ പഠിക്കുന്നുണ്ടോ, ചൊല്ലുന്നുണ്ടോ, അറിയോ? അതല്ല നമ്മൾ ശുദ്ധിയുടെ ഭാഗത്തേക്ക് പോവോ? മനുഷ്യരുടെ പരീക്ഷണം. മനുഷ്യൻ വേഗം ചെയ്യാനറിയാം. ഈ ശുദ്ധിയുടെ അടുത്ത് പോവുക ചെയ്യാം. മനുഷ്യന്മാരോട് അതിനൊന്നും നേരം നമ്മൾക്കറിയില്ല. നമ്മൾ വേഗം പിന്നെ സുഖം മനസ്സിൽ ചെയ്യാൻ ഏതെങ്കിലും തമ്മമാരെടുത്ത് പോവുക, ഏതെങ്കിലും മോചന്മാരെടുത്ത് പോവുക, മനുഷ്യന്മാർ ചെയ്യുള്ളൂ. ഇങ്ങനെ പോവോ? അതല്ല, ഇവർ അമ്മാനോട് പറയുമോ എന്ന് പരീക്ഷിക്കാനാണ് അത് വെച്ചിട്ടുള്ളത്. മനസ്സിലായി? അപ്പൊ ശരി, അള്ളാഹു അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. ഇത് പറയാൻ ആർക്കാ യോഗ്യത? എന്ന് ഞാൻ പറയാൻ പാടില്ല. ഒരേ ഒരു സൂറത്തിലെ പോകുന്നതായി അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്ന് പറയേണ്ടത് ആരാന്നറിയോ? അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തെ കൈകളിൽ എടുത്താക്കാൻ. ഞാൻ ഒരാളെ പറ്റി പറയാം, അയാള് ഭയങ്കരനാണെന്ന് ഞാൻ പറയാം. ഒരു ആത്മാർത്ഥത ഇല്ലാത്ത പറച്ചിലാണ്. കാരണം അയാൾക്ക് അറിയില്ല, അയാളുടെ ഒരു ഗുണം കിട്ടിയിട്ടില്ല, അയാൾ ഒരു അനുഗ്രഹവും ഞാൻ അയാൾക്ക് വാങ്ങിയിട്ടില്ല, അയാളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഉപകാരം കിട്ടിയിട്ടില്ല. ഞാനിങ്ങനെ പറയാം അയാൾ ഭയങ്കരനെന്ന് പറയാം. അതിൻ്റെ അർത്ഥം ഉണ്ടാവും? അർത്ഥം ഉണ്ടാവും ഇല്ല. തബാറക എന്ന് പറയണമെങ്കിൽ എന്ത് വേണമെന്നറിയാം? ഖുർആനിന്റെ മറ്റൊരു പേരാണത്. ഖുർആന്റെ മറ്റൊരു പേരാണ് ഫുർഖാൻ. അതിന് ആ പേരിൽ സൂറത്തില്ലേ, 25ാമത്തെ സൂറത്ത്, അത് പഠിക്കും. നമുക്ക് തബാറക കാണാം. 25ാമത്തെ സൂറത്ത് തബാറക. സൂറത്തുൽ ഫുർഖാനിന്റെ തുടക്കം തബാറക എന്ന് പറഞ്ഞത്. ആദ്യത്തെ മൂന്നായത്തോടെ ആദ്യത്തെ മൂന്നായ അർത്ഥം ശ്രദ്ധിക്കണം. വളരെ മഹത്തായ ഒരു സദസ്സാണ് നമ്മൾ ഇരിക്കുന്നത്. വളരെ പ്രതിഫലാർഹമായ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയമാണ് ഈ സമയം. കാരണം നമ്മളെ ഹൃദയവും നമ്മളെ കണ്ണും കാതൊക്കെ ഖുർആനിലാണ്. മറ്റൊന്നും നമ്മൾ ചിന്തിക്കണില്ല. ബാക്കി എല്ലാ ചിന്തകളും മാറ്റിവെച്ച് എന്നിട്ട് വരുന്നത് വരെ കേൾക്കുന്ന വരെ 1000 ചിന്ത ഉണ്ടെങ്കിൽ നമ്മളെ കച്ചവടം, നമ്മുടെ ബിസിനസ്സും സ്ഥാപനവും നമ്മുടെ മക്കളും കുടുംബവും ഒക്കെ കയറിയത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു അവസരമാണ്, നിമിഷങ്ങളാണ് ഏറ്റവും അനുഗ്രഹീതമായ സമയം. ശ്രദ്ധിക്കും.
തബാറക്കല്ലദീ എന്ന് പറഞ്ഞാൽ തബാറക അല്ലാഹ്. ഈ അല്ലദീ എന്ന് പറഞ്ഞാൽ അല്ലാഹ് എന്നാണ്. തബാറക്കല്ലദീ, യാതൊരുവൻ അനുഗ്രഹപൂർണനായിരിക്കുന്ന ആ യാതൊരുവൻ അള്ളൻ. ആരാണ്? നസ്സൽ ഫുർഖാൻ, ഫുർഖാൻ ഇറക്കിത്തന്നാണ്. അപ്പൊ തബാറക അല്ലാഹ് എന്ന് പറയാതെ ഒന്നാമത്തെ കാര്യം എന്താണ്? നസ്സൽ ഫുർഖാൻ അലാ അബ്ദി, തന്റെ അടിമകളുടെ മേൽ ലിയകൂന ലിൽആലമീന നദീറ, ലോകർക്ക് ഒരു താക്കീതുകാരനായിരിക്കാൻ വേണ്ടി. കണ്ടോ? അപ്പൊ ഇതൊക്കെ എവിടേക്കാണ് നിൽക്കുന്നത്? നസ്സൽ ഫുർഖാൻ. വെറുതെ തബാറക എന്ന് പറഞ്ഞിട്ടോ വെറുതെ തബാറക എന്ന് കരന്റെ മേലെ ബിൽഡിങ്ങിന്റെ മേലെ എഴുതിയ കാര്യമില്ല. തബാറക എന്തിന്? നസ്സൽ ഫുർഖാൻ. അതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ നോക്കി അള്ളാഹുവിനെ പുകഴ്ത്തണം, വാഴ്ത്തണം, അതൊക്കെ അതിന്റെ രൂപവും അതിന്റെ ശൈലിയും വചനങ്ങളും വാക്കുകളും ഒക്കെ ആരെ പറഞ്ഞാൽ അള്ളാഹ്. അല്ലെങ്കിൽ ഒരു സമാവാത്തി നോക്കാം. അല്ല, ആകാശഭൂമികളുടെ അധികാരം അവനാണ്, അവർ മാത്രമാണ്. എല്ലാം വലുതാണ്. അവനെ ഒരു സന്താനം സ്വീകരിക്കുന്നില്ല. അള്ളാഹ്ക്ക് മക്കളില്ല. ദൈവത്തിന് പുത്രനുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ ക്രിസ്ത്യാനികൾ. വലം വ്യക്തവും ഷെയ്ഖും ഫിൽപോലിറ്റി, അള്ളാഹിന്റെ അധികാരത്തിൽ ഒരു പങ്കാളില്ല. അള്ളാഹിന്റെ അധികാരം ഒരാൾക്ക് അള്ളാഹ് പങ്ക് വിരിച്ചു കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ല. എല്ലാ ഓരോ വസ്തുവിനെയും ശരിയാവുന്ന നമ്മൾ ശ്രദ്ധിച്ച് വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവന് പുറമെ ഇലാഹുകളെ, ആരാധന്മാരെ സ്വീകരിക്കുന്നവർ. അവർ സൃഷ്ടികളാണ്, അവർ ഒന്നിനും ശ്രദ്ധിച്ചിട്ടില്ല. സ്വന്തത്തിന് പോലും ഒരു ഉപകാരം ഉപദ്രവം ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല. മരണമോ ഉയർത്തെഴുന്നേൽപ്പോ അതേപോലെ ജീവിതമോ ഒന്നും അവർ ഉറപ്പെടുത്തിയിരുന്നില്ല. മനുഷ്യന്മാർ ആരാധിക്കുന്ന ഒരു വസ്തുവിനും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ജീവിതവും മരണവും രണ്ടാമത്തെ ഉയർത്തെഴുന്നേൽപ്പും എല്ലാം ആരുടെ നിയന്ത്രണത്തിലാണ്? അള്ളാഹ്. അള്ളാഹു എന്തിറക്കി തന്നിട്ടുണ്ട്? ഫുർഖാൻ ഇറക്കി തന്നിട്ടുണ്ട്. ആ ഫുർഖാൻ ഇറക്കി തന്ന അള്ളാഹു തബാറക. ഇത് തുടങ്ങി വെച്ച സൂറത്തിൽ, ഈ ആശയം പറയുന്ന സൂറത്തിൽ ഇനിയും അള്ളാഹു 2 തവണ തബാറക പറയുന്നു. ഏതാണ് സ്ഥലങ്ങൾ പറയുന്നത്? നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് പഠിച്ചവനെ കാണേണ്ടത്, ഏത് രൂപത്തിലാണ് പഠിച്ചവനെ മനസ്സിലാക്കേണ്ടത്, നമ്മളെ കഴിവും പഠിച്ചവനെ കഴിവും, നമുക്കിപ്പോൾ ഉള്ളതും പഠിച്ചു തമ്മിലാണ് അടുക്കലുള്ളതും, ഇതൊക്കെ ഇതിനൊക്കെയുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് ശരിക്കും തിരിച്ചറിയണം. റബ്ബ് ഈ ലോകത്തിന് മുഴുവനും നമുക്കും നമ്മളെ മാതാപിതാക്കൾക്കും ഈ ലോകത്തിനും രാജ്യത്തിനും ഈ നാടിനും ഒക്കെ തന്നത് വളരെ കുറച്ച് മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് പഠിച്ചു കളിക്കേണ്ടത് ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. പക്ഷെ നമുക്കുള്ളതൊക്കെ പഠിച്ചു തന്നിട്ട് ഒരുപാട് തലമുറകൾക്ക് ജീവിക്കാനുണ്ടെന്ന് നമ്മൾ കുറ്റം കൊണ്ടുപോകണം. പക്ഷെ ഒരൊറ്റ രോഗം മതിയാവും ഇത് മുഴുവനും ഇല്ലാതാക്കാൻ, ഈ സ്വത്ത് മുഴുവൻ ഇല്ലാതാക്കാൻ ഒരു അസുഖം വന്നാൽ മതിയാവും. എത്ര തലമുറകൾ, എത്ര മനുഷ്യന്മാർ, എത്ര തറവാട്ടുകാർ ഒരു മനുഷ്യനെ സഹായിക്കില്ല, ചോദിക്കാനും പറ്റാതെ അങ്ങനെ രോഗം വന്നിട്ട് മുഴുവൻ പോയിട്ടുണ്ട്. അപ്പൊ അള്ളാഹു നമ്മളെ പടച്ചു വെച്ച രീതി എന്താണ്, നമ്മുടെ സഹായം എന്താണ്, കഴിവുകൾ എന്താണ് എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. അത് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മൾ തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ മുതഫത്തായി, അടക്കത്തായി, മുതാത്തായിട്ട് അങ്ങനെ രൂപമാറ്റം സംഭവിച്ച് ഒരു വൃത്തിഫിലായിട്ട് നമ്മൾ പുറത്തേക്ക് വരുന്നു. അതിനുശേഷം മരിക്കുന്നത് വരെ നമ്മളെ കൈയാളി എല്ലാ മേഖലകളും സംബന്ധിച്ചു നമ്മൾ എവിടെ എങ്ങനെ എത്തിയാലും ഈ ഘട്ടങ്ങളൊക്കെ പിന്നിട്ട് വന്നവരാണ് എന്ന ബോധമാണ്. ഇനി ഈ സൂറത്തിൽ തന്നെ 9 മുതൽ 15 വരെ ആയപ്പോൾ 9 മുതൽ 15 വരെ ആയപ്പോൾ
നല്ല ലാഭം കിട്ടിയാലേ ബാറക്കല്ല അല്ലേ, ബാറക്കല്ല നമ്മൾ പറയും. ഒരു നല്ല വിജയം കിട്ടി, നല്ല ഗ്രേഡ് കിട്ടി, പിന്നെ നല്ല റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുകളിലെത്തി. അപ്പൊ നമ്മൾ സ്റ്റാറ്റസ് വെച്ചു, നമ്മുടെ കുട്ടിയാണ്, മോളാണ്, മോളെ കുട്ടിയാണ്, വേറെ കുട്ടിയാണ്, അപ്പൊ നമ്മൾ തബാറക്കല്ല വേറൊരാൾ അല്ലെ. ഇങ്ങനെ ദുനിയാവിലെ കുറെ ഉയർച്ചകൾ, ദുനിയാവിലെ കുറെ കാര്യങ്ങൾ കിട്ടുമ്പോൾ തബാറക്കല്ല പറയും. പക്ഷേ തബാറക്കല്ല ശരിക്കും തബാറക്കല്ല എന്ത് പറഞ്ഞത് ദുനിയാവിലെ നേട്ടങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ. കാരണം ഖുർആൻ തബാറക്കല്ലേക്ക് നസറൽ ഫുർഖാൻ പറഞ്ഞില്ലേ, ഈ ഫുർഖാൻ ഒക്കെ പഠിച്ചോ അനുഗ്രഹപ്പെടാം. ഇതെന്തിനാണെന്ന് പറയുന്നത് ഈ തബാറക്ക പറഞ്ഞത് പിന്നെ പൂർണ്ണമായും അനുയോജ്യമായി വരുന്നത് അള്ളാഹിന്റെ ബർക്കത്തിൽ ജീവിച്ചിട്ട്, അള്ളാഹുവിന്റെ ബർക്കത്തിലാണ് ജീവിച്ചിട്ട്, ബർക്കത്തിലായിട്ട് പഠിക്കുക. ആ ബർക്കത്തിലായിട്ട് മരിച്ചിട്ട് മരിക്കൽ ബർക്കത്തോട് ചൊല്ലിക്കണ്ട, അള്ളാഹുവിന്റെ ബർക്കത്തിലായി ജീവിച്ച ബർക്കത്തിലായിട്ട് മരിക്കും. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഈ ആയത്ത് നോക്കി പറയും, 10ാമത്തെ ആയത്ത് തബാറക്കല്ലദീനാണ്. 10ാമത്തെ ആയത്ത് പോലെ തബാറക്കല്ലദീനാണ്. തബാറക്കല്ലദീന പറഞ്ഞാൽ അല്ലെങ്കിൽ ആരാണ്? അള്ളാഹ് അല്ലെ. 9ാമത്തെ ആയത്തിൽ അള്ളാഹു തആലയുടെ ഉദാഹരണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം, വൈദ്യുതി ആൾക്കാരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയാണ് തബാറക്കല്ലദീ ഇൻശാ ജഅല ലക ഖൈറൻ. കണ്ടാ, താൻ ഉദ്ദേശിക്കുന്ന പക്ഷം അതിനേക്കാൾ ഉത്തമമായത് അഥവാ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന സ്വർഗം. കണ്ടാ, ആ സ്വർഗത്തോപ്പുകൾ നിനക്ക് നൽകുവാനും നിനക്ക് കൊട്ടാരങ്ങൾ ഉണ്ടാക്കി തരുവാനും കഴിവുള്ളവൻ ആരാണോ അവനാണ് സമ്പൂർണ്ണൻ. കൊട്ടാരം അടിഭാഗത്തുകൂടി നദികൾ ഒഴുകുന്ന സ്ഥലം എവിടെ? കാശ്മീര ആണോ? സ്വർഗം. ഇത് ഇവിടുത്തെ കൊട്ടാര കൊട്ടാര സമൃദ്ധമായി വീടുണ്ടാക്കിയിട്ട് ഒരു കേടുപാടും പറ്റിയില്ല. തബാറക്കല്ലാഹ്. എവിടെത്തണം? ഈ ദുനിയാവിലുള്ളതിനേക്കാൾ ഉത്തമമായ ഒരു സ്വർഗം, ഒരു കൊട്ടാരം സ്വർഗത്തിൽ ഉണ്ടാക്കി തരും. അടിഭാഗത്തുകൂടി നദികൾ ഒഴുകുന്ന ഒരു സ്വർഗം ഉണ്ടാക്കി തരുന്നു. ആ സ്വർഗം ഈ കൊട്ടാരം നൽകാൻ കഴിയുന്ന അള്ളയായി എന്നാൽ അന്ത്യസമയത്ത് തള്ളിക്കളയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അന്ത്യസമയം പറയുന്നത് നശിക്കൂല എന്നുള്ള ഓർമ്മയാണ്. ഇതൊക്കെ കലാകാരൻ ഉണ്ടാകും. അതുകൊണ്ടാണ് അള്ളാഹ് അവരൊക്കെ അത് പറയുമ്പോൾ ഈ സാഹചര്യത്തെ കുറിച്ച് പറയുന്നത്. അവർക്ക് നരകം ഒരുക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് ആ നരകത്തിന്റെ അവസ്ഥ പറയുക, ദൂര സ്ഥലത്തു നിന്ന് തന്നെ അത് അവരെ കാണുന്ന സമയത്ത് അതിങ്ങനെ ശോഭിച്ചുകൊണ്ട് അത് ഇരമ്പി ഒച്ചയിട്ടാക്കി കേൾക്കാൻ കഴിയുന്ന നരകത്തിന്റെ ഇരമ്പവും നരകത്തിന്റെ ക്ഷോഭവും. കടലിങ്ങനെ ഇളക്കിയാല്, കടലിൽ ക്ഷോഭിച്ചാൽ രോഗം വീഴുന്ന കയ്യില് ഇളക്കും ആരോ കേൾക്കാൻ പറ്റും. നരകം കുറേ ദൂരം തന്നെ ആരോ കേൾക്കുന്ന എന്ന് പറയും. ആ നരകത്തിൽ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ അവരെ ഇട്ടാൽ അവിടെ വെച്ച് അവർ നാശമേ പിടിച്ചു വീഴും. ഇന്ന് നിങ്ങൾ ഒരു നാശത്തല്ല വിളിക്കേണ്ട, ഒരു നാശത്തെ വിളിച്ചാൽ പോകുന്നത് അവരെ ഒരുപാട് നാശത്തെ നിങ്ങൾ വിളിക്കുക എന്നായിരിക്കും മറുപടി കൊടുക്കുക. മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് നൽകപ്പെട്ട നിവാസത്തിന്റെ സ്വർഗമാണോ? അതല്ല ഈ പറഞ്ഞ ഈ ദുനിയാവിലെ തോട്ടവും ഈ ദുനിയാവിലെ സൗകര്യങ്ങളുമാണ് ഏറ്റവും ഹൈർ. കാലത്തൊരു അവർക്കുള്ള പ്രതിഫലം അവർക്ക് ചെന്ന് ചേരാനുള്ള സ്ഥലവും മുത്തഖീങ്ങളുടെ സ്വർഗമാണ്. ആ സ്വർഗമാണോ അതല്ല ഇവിടെ ഉള്ളതാണോ ഏറ്റവും ആവശ്യമാണ്. അപ്പൊ തബാറക്ക എന്ന് പറഞ്ഞത് തബാറക്കല്ല അർത്ഥപൂർണ്ണമാണ്. അപ്പോഴാണ് നമ്മളെ വീട് തബാറക്കല്ല ആവണമെങ്കിൽ ശൈത്താന്റെ ഒരു ശരീരമില്ലാത്ത വീടാണ്. അതെ, ശൈത്താൻ വീട് ശല്യപ്പെടുത്തുക, അല്ലാതെ കല്ലെട്ടിട്ടവൻ തകർന്നു പോയി അപ്പത്തിലല്ല. ശൈത്താൻ കാലത്തെ വീടാവണം. ആ വീട്ടിൽ ഖുർആനാവണം. ഖുർആനില്ലാത്ത വീട് എങ്ങനെയാണ്? ഖുർആനില്ലാത്ത മനുഷ്യന്റെ മനസ്സെങ്ങനെയാണ്? കബൈത്തിൽ ഹരിബ, ആത്താമസില്ലാത്ത വീട് പോലെ അല്ലേ? ആത്താമസില്ലാത്ത വീട്ടിലെക്കാളും ഒരുപാട് വർഷങ്ങളായി ആൾത്താമസിക്കാതെ തകർത്തടിഞ്ഞ് കിടക്കുന്നത് വീടുണ്ട്. തറവാട് വീട്, അവിടെ കള്ളന്മാരുണ്ട്, അനാശാസ പ്രവർത്തനം, പാമ്പ് ദൂരമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിലുണ്ടാകാം. ഖുർആനില്ലാത്ത മനുഷ്യന്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഈ ജീവിതം ഹൈറാക്കി തീർക്കുന്നത്, ബറക്കത്താക്കി തീർക്കുന്നത്, നാളെ മരണത്തിന് ശേഷം
ബറക്കത്ത് സ്വർഗം നമുക്ക് നൽകുന്നത് ഗ്രന്ഥം ഏതാണ്? ഖുർആനാണ്. അതുകൊണ്ട് ഈ ഖുർആൻ ഒരായത്തും കൂടി നമുക്ക് ഇതിൽ നോക്കാനുണ്ട്. നമുക്ക് ഓതാനുള്ള സമയമില്ല. അടുത്ത ക്ലാസ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് തെറ്റുപറ്റി മരണപ്പെട്ട് മരണത്തിനെ പ്രധാന ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഒരുമിച്ച് കൂടി ഖുർആനുമായി ഖുർആൻ കേട്ട് പഠിച്ചിരുന്ന ഈ കുറച്ച് സമയം നമ്മുടെ കബറിലേക്കുള്ള പരലോകത്തേക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യമാക്കി അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك